1966 കൊച്ചിൻ റിഫൈനറി പ്രവർത്തനം തുടങ്ങിയതോടെ കേരളത്തിൽ ആദ്യത്തെ ഗ്യാസ് സിലിണ്ടർ എത്തി. കൊച്ചിയിലെ കാക്കനാട് പ്രദേശത്തായിരുന്നു ആദ്യത്തെ ഏജൻസിയും വിതരണവും. എന്നാലും വിതരണ ശൃംഖലയുടെ കുറവും സിലിണ്ടറുകളുടെ ലഭ്യതക്കുറവും കാരണം സാധാരണക്കാർക്ക് ഗ്യാസ് കണക്ഷൻ ഏതാണ്ട് കിട്ടാക്കനിയായിരുന്നു. ഒരു കണക്ഷൻ കിട്ടാൻ 5 വർഷമൊക്കെ കാത്തിരിക്കേണ്ട കാലം. 1970കളിൽ ആരംഭിച്ച ഗൾഫ് കുടിയേറ്റം കുക്കിംഗ് ഗ്യാസിനെ വടക്കൻ മലബാർ വരെ എത്തിച്ചു. ദുബായിലും റിയാദിലും കുവൈറ്റിലും നല്ല മിന്നുന്ന മോഡേൺ അടുക്കളകൾ കണ്ട് മോഹിച്ച മലയാളി പ്രവാസികൾ നാട്ടിൽ വീട് വെച്ചപ്പോൾ തങ്ങളുടെ അടുക്കളകളും അതുപോലെയാക്കി. മോഡേൺ കിച്ചൺ ക്യാബിനറ്റുകളും വില കൂടിയ വാൾ ടൈലുകളും കൊണ്ട് അടുക്കളകൾ അലങ്കരിച്ചപ്പോൾ അടുപ്പ് കത്തിക്കാനുള്ള വിറക് അധികപ്പറ്റായി. വിറകടുപ്പിൻ്റെ കരി അടുക്കളയിൽ അഭംഗിയായി മാറി. അങ്ങനെയാണ് എന്ത് വില കൊടുത്തും അടുക്കളയിലേക്ക് ആ ചുവന്ന കുറ്റി എത്തിച്ചേ പറ്റുവെന്ന് മലയാളി തീരുമാനിച്ചത്. കേരളത്തിൽ ഗ്യാസ് കണക്ഷന് വേണ്ടിയുള്ള അപേക്ഷകളുടെ എണ്ണം കണ്ട് അമ്പരന്നപ്പോൾ 1975 ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഭാരത് പെട്രോളിയവും ഹിന്ദുസ്ഥാൻ പെട്രോളിയവും കേരളത്തിലെ ഗ്യാസ് വിതരണ ഏജൻസികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. എന്നാലും കേരളത്തിലെ യഥാർത്ഥ LPG വിപ്ലവം നടക്കുന്നത് 90കളിലാണ്. ഇതിന് 3 കാരണങ്ങളുണ്ട്. ആദ്യത്തേത് 1991 ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ശേഷം ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിലെ നൂലാമാലകൾ കുറഞ്ഞതാണ്. കൂടുതൽ സ്വകാര്യ ഏജൻസികൾ അനുവദിക്കപ്പെട്ടു. കൂടുതൽ റീഫില്ലിംഗ് കേന്ദ്രങ്ങൾ വന്നു. രണ്ടാമത്തെ കാരണം കൂട്ടുകുടുംബങ്ങൾ ഇല്ലാതായതാണ്. വിറക് കിട്ടിയിരുന്ന പറമ്പുകളിലെല്ലാം റബ്ബർ പ്ലാന്റേഷൻ വന്നു. കേരളത്തിലെ പുരയിടങ്ങൾ ചെറുതായി. ന്യൂക്ലിയർ ഫാമിലികളുടെ 4.5 സെന്റിലെ വീടുകൾക്ക് പുരയിടമേ ഇല്ലാതായി. പറമ്പില്ലെങ്കിൽ വിറകില്ല, വിറകില്ലെങ്കിൽ ഗ്യാസ് അല്ലാതെ മറ്റു മാർഗമില്ല. മൂന്നാമത്തെ കാരണം 90കളിൽ മലയാളി പെണ്ണുങ്ങൾ കൂട്ടമായി ജോലിക്കിറങ്ങിയതാണ്. കേരളത്തിലെ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സാന്നിധ്യം കൂട്ടിയപ്പോൾ അടുക്കളയിൽ ചിലവഴിക്കുന്ന സമയം കുറഞ്ഞു. പാചകത്തിന് മണിക്കൂറുകൾ എടുക്കുന്ന വിറകടുപ്പിനരികിൽ നീറിപ്പിടിച്ചിരിക്കാൻ അവർക്ക് സമയമില്ലാതായി. കുക്കിംഗ് ഗ്യാസ് സ്റ്റാറ്റസ് സിമ്പലായി.